സഖ്യകക്ഷി സർക്കാർ രൂപീകരണ ചർച്ചകൾ ഡൽഹിയിൽ തിരക്കിട്ട് നടക്കുന്നതിനിടെ DDP നേതാവ് ചന്ദ്രബാബു നായിഡു കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് സൂചന. NDA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം ആന്ധ്രയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് ചന്ദ്രബാബു നായിഡു. ജൂൺ 12-ന് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ഞായറാഴ്ച അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമെന്നായിരുന്നു പുറത്തുവന്നിരുന്ന വാർത്തകൾ. എന്നാൽ ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുക. ഇതിനു മുന്നോടിയായി വീണ്ടും NDA നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട്. ഈ തിരക്കുകൾക്കിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടെന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തീരുമാനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പകുതിയിലധികം സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു DDP വിജയിച്ചത്. 175 അംഗങ്ങളുള്ള നിയമസഭയിൽ 135 സീറ്റുകളായിരുന്നു DDP സ്വന്തമാക്കിയത്. ജനസേന പാർട്ടി 21 സീറ്റുകൾ നേടി. ഭരണകക്ഷിയായിരുന്ന YSR കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഇക്കുറി ഉണ്ടായത്. 11 സീറ്റുകൾ മാത്രമായിരുന്നു ഇക്കുറി YSR കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചത്. BJPക്ക് 8 സീറ്റുകളും ലഭിച്ചു. ആന്ധ്ര സംസ്ഥാന വിഭജനത്തിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആന്ധ്രയിലേക്ക് കൂടുതൽ ഫണ്ട് എത്തിക്കാൻ സാധ്യതയുള്ള വകുപ്പുകൾ ലഭിക്കണമെന്ന് നായിഡു BJP നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നായിഡുവിനു പകരം മകൻ നാരാ ലോകേഷിനെ കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കാനുള്ള നീക്കവും നായിഡു തുടങ്ങിക്കഴിഞ്ഞു. ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാർക്ക് പുറമെ സ്പീക്കർ സ്ഥാനവും വേണമെന്ന് നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പീക്കർ സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ നായിഡുവിന്റെ വലം കൈയും യുവ നേതാവുമായ റാം മോഹൻ നായിഡുവിനെയാണ് ചന്ദ്രബാബു നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ IT, ഗ്രാമവികസനം, കൃഷി, വ്യവസായം എന്നീ വകുപ്പുകളും നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ക്യാബിനറ്റ് പദവി നൽകുമെങ്കിലും അപ്രധാന വകുപ്പുകൾ നൽകി സഖ്യകക്ഷികളെ അനുനയിപ്പിക്കാനാണ് BJPയുടെ നീക്കമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ NDA സർക്കാരിൽ തുടക്കത്തിലെ കല്ലുകടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതും മന്ത്രിസഭാ രൂപീകരണത്തിന് തലവേദനയാകും. എന്തായാലും ചന്ദ്രബാബു നായിഡു ക്യാബിനറ്റിലേക്ക് ഇല്ലെന്ന് പറഞ്ഞതിനാൽ BJPക്ക് വലിയൊരു കീറാമുട്ടി ഒഴിവായിരിക്കുകയാണ്. ആന്ധ്രയിൽ തന്നെ തട്ടകം വ്യാപിപ്പിക്കാനാണ് നായിഡുവിന്റെ തീരുമാനം. നായിഡുവിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ ജഗൻമോഹൻ റെഡ്ഡിയെയും YSR കോൺഗ്രസിനെയും ആന്ധ്ര രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാക്കുകയെന്ന ലക്ഷ്യവുമുണ്ട്. തന്നെ ജയിലിലടച്ച ജഗൻമോഹനോട് തീർത്താൽ തീരാത്ത പകയാണ് നായിഡു കാത്തു സൂക്ഷിക്കുന്നത്. അധികാരത്തിലേറെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ തുടക്കമുണ്ടാകുമെന്നാണ് പറയുന്നത്. നിലവിൽ ജഗൻമോഹൻ സർക്കാരിൽ നിരവധി അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഓരോന്നിലായി അന്വേഷണം പ്രഖ്യാപിച്ച് ജഗന് ജയിലിലടയ്ക്കാനായിരിക്കും നായിഡുവിന്റെ പ്രഥമ പരിഗണനയെന്നാണ് പറയുന്നത്.